നമസ്കാരം. എൻ്റെ പേര് സുനിലെന്നാണ്. എൻ്റെ സ്ഥലം തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിലാണ്. ഞാൻ ഈ സൈബീരിയൻ ഹസ്കി ഡോഗ് ബ്രീഡ് ചെയ്യുന്ന ഒരാളാണ്. ഹസ്കീസാണ് ഞാൻ കൂടുതൽ ചെയ്യുന്നത്. ഹസ്കീസിൽ ഊളിക്കോട്ട് എന്നൊരു സംഭവമാണ് ചെയ്യുന്നത്. ഊളിക്കോട്ട് വളരെ റെയറാണ് നമ്മുടെ കേരളത്തിൽ. അപ്പോൾ ഊളിക്കോട്ടിൻ്റെ സ്റ്റഡ് മെയിലാണ് കൂടുതൽ ചെയ്യുന്നത്. അങ്ങനെ ഊളിക്കോട്ട് സൈബീരിയൻ ഹസ്കിയുടെ ഊളിക്കോട്ട് ചെയ്യുന്നൊരു ബ്രീഡറാണ്. അതിൽ ഹസ്കി വളർത്തേണ്ട മെയിൻ കാരണം നമ്മുടെ നാട്ടിൽ ഭയങ്കര കോമ്പറ്റീഷനാണ്, മറ്റുള്ള ബ്രീഡ് ഒരു കോമ്പറ്റീഷനാണ്. അപ്പോൾ ബ്രീഡർ എന്ന നിലയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഹസ്കി വളരെ കുറവാണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ പിന്നെ ഞാൻ കരുതി ഹസ്കിയിലോട്ട് മാറാം. വളരെ കുറച്ചല്ലേ ഉള്ളൂ. സാധാ ഹസ്കി എല്ലായിടത്തുണ്ട്. ഊളിക്കോട്ട് ഹസ്കി ഞാൻ വളർത്തി ഏകദേശം 4 വർഷമായി ഹസ്കി വളർത്തി തുടങ്ങിയിട്ട്, ഊളിക്കോട്ട് വളർത്തി തുടങ്ങിയിട്ട്. അതിന് ഹസ്കി ഉണ്ട്. ഊളിക്കോട്ട് പിന്നെ വളരെ റെയറായ കാരണം നമുക്ക് ഈ തുടങ്ങിയ ഒന്ന് ബിസിനസ് ഉണ്ടായിരുന്നു. ബിസിനസ് മെയിൻ്റെ ആദ്യം തുടങ്ങി ശരിക്കും പറഞ്ഞാൽ. പിന്നെ നമ്മളൊരു ഭയങ്കര പെറ്റായിട്ട് മാറി ഹസ്കി എന്ന് പറയുമ്പോഴത്തേക്ക്. ഇപ്പോൾ എനിക്ക് ഏതാണ്ട് ഏകദേശം ഒരു 5 മീലോളം ഹസ്കി മെയിലുണ്ട്. അതിൽ ഇവൻ്റെ ഒരു ഓറിയോ എന്നാണ്. അപ്പം ഈ ഹസ്കി പിന്നെ റെയറായ കാരണവും ഇതായ കാരണം ഇപ്പോൾ ഞാൻ കൂടുതൽ ഹസ്കിനെ കൊണ്ട് വേറെ ചെയ്യുന്നില്ല. അവരാകുമ്പോഴത്തേക്കും ഒന്ന് ഭയങ്കര സൈലൻ്റാണ്. നമ്മൾ വീട്ടിൽ ഒരു 10 പേരുണ്ടായിരുന്നാലും ഒരു വീട്ടിൽ അറിയില്ല എന്നുള്ളതാണ്. സാധാ ഡോഗുകളൊക്കെ ഭയങ്കര ബഹളമായിരിക്കും. ഇതുവരെ ഭയങ്കര സൈലൻ്റാണ്, ബഹളം വയ്ക്കാറില്ല, മിണ്ടാതെ വീട്ടിൽ കിടക്കും. ആണ് പിന്നെ ഭയങ്കര നമ്മളോട് ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ്, ഭയങ്കര സ്നേഹമായിരിക്കും. മറ്റുള്ള അഗ്രസീവ് അല്ല. അതാണ് മെയിനായിട്ടുള്ള കാരണം ഹസ്കി എന്ന് പറഞ്ഞാൽ. ഓറിയോ ഞാനിപ്പോൾ വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു 5 മാസമായി. ഓറിയോ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിയതാണ്. ഇപ്പം ഓറിയോയ്ക്ക് 14 മാസം പ്രായമായിട്ടുണ്ട് കൊണ്ടുവന്നിട്ട്. ഇപ്പോൾ 16 മാസമായി. ഞാനൊരു 11 മാസത്തോളം 5 മാസമായി കൊണ്ടുവന്നിട്ട്. നല്ല ഷഡ് മെയിലാണ്. ഇപ്പം ഷഡ് പ്രൂവൺ ആയിട്ടുണ്ട്. ഞാൻ അധികം മെയിൻറ്റെയിൻ ചെയ്യാറില്ല. നമ്മളെ വീട്ടിലെ ഒരു പെറ്റായിട്ട് വളർത്തുകയാണ് അവനെ എപ്പോഴും. റിലേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുകയാണ്. എൻ്റെ വണ്ടി ഈ വീടിൻ്റെ ഗേറ്റ് തുറക്കുന്നതിന് മുന്നേ തന്നെ ഇതും ബോളം ഉണ്ടാകുന്നു. ഭയങ്കര ബോളായിരിക്കും, കൂട്ടിക്കിടന്ന് ഭയങ്കര ബോളമായിരിക്കും. അതായത് നമ്മളെ കാണാനായിട്ട് ഒരു രക്ഷയില്ല. നമ്മളിതിനെ അടുത്ത് പോയി വിളിക്കുന്നവരെ കൂട്ടി ബോളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഭയങ്കര സ്നേഹം. നമ്മൾ തുറന്ന് വിടും, പിന്നെ കുറച്ച് നമ്മൾ കളിക്കും. ഇപ്പോൾ ഈ സ്റ്റഡിങ് കണ്ടീഷൻ ആയതുകൊണ്ടാണ് വീടിനുള്ളിൽ കയറ്റുക. അല്ലെങ്കിൽ വീടിനുള്ളിൽ കയറ്റുമായിരുന്നു. സ്റ്റഡിങ് കണ്ടീഷനെ മുടി കൊഴിയുന്നത് കാരണം വീട്ടുള്ളിൽ കയറ്റാറില്ല. അതാണ്. അല്ല ഭയങ്കര സ്നേഹമാണ് നമ്മുടെ അടുത്ത്. എൻ്റെ അടുത്ത് മാത്രമല്ല, മക്കളുടെ അടുത്ത് വലിയ കാര്യമാണ്. മക്കളുടെ അടുത്തേക്ക് വരെ ശരിക്കും പറഞ്ഞാൽ ഹസ്കിക്ക് നമ്മുടെ നാട്ടിൽ ബ്രീഡ് ആൾക്കാർ ഇവർക്ക് എ സിയുടെ ആവശ്യമൊന്നുമില്ല. ഞാൻ തന്നെ വെറുതെ കൂട്ടിലിട്ടിക്കുകയാണ് ചെയ്യുന്നത്. വീട്ടിൽ തുറന്നാണ് പിടിക്കും കൂടുതൽ സമയം. അങ്ങനെ വേറെ എ സിയുടെ ആവശ്യമോ ഒന്നുമില്ല. ഭയങ്കര ഇതായിട്ടുള്ള ഡോഗാണ്. പിന്നെ ഭക്ഷണമെന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ എല്ലാവർക്കും കുറച്ച് പാലും ഡ്രൈ ഫുഡും കൊടുക്കും എല്ലാവർക്കും. വൈകുന്നേരത്ത് ഒന്നുകിൽ ചിക്കനും ചോറും അല്ലെങ്കിൽ റൈസ് എന്ന് പറഞ്ഞാൽ ചിക്കനും ചോറും, അല്ലെങ്കിൽ വൈകുന്നേരത്ത് മീനും ചോറും കൂടുതൽ കൊടുക്കണം. ആ പതിവ്. ഒരു ഫുഡ് സ്ഥിരമായിട്ട് കൊടുക്കില്ല, കാര്യം കഴിക്കില്ല. ഇന്നൊരു ഫുഡ് കഴിച്ചാൽ 2 ദിവസം ചിക്കൻ കൊടുക്കുകയാണെങ്കിൽ 3 ദിവസം കഴിക്കാറില്ല. പിന്നെ 4 പിന്നെ അടുത്ത് മീൻ കൊടുക്കേണ്ടി വരും. മാത്രമല്ല ഇവർ സ്ഥിരമായിട്ട് ഫുഡ് കഴിക്കില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പം ഒരു 5 ദിവസം കഴിക്കുകയാണെങ്കിൽ ഒരു 3 ദിവസം കഴിക്കാതിരിക്കും. അതൊരു അസുഖമല്ല, ഹസ്കിയുടെ രീതി അതാണ്. അപ്പോൾ പലരും വാങ്ങിക്കൊണ്ട് പോയിട്ട് പറയും ഹസ്കി ഫുഡ് കഴിക്കുന്നില്ല. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവരുടെ രീതി അങ്ങനെയാണ്. സ്ഥിരമായിട്ട് ഫുഡ് കഴിക്കില്ല. ഇഷ്ടപ്പെട്ട ഫുഡുകൾ വളരെ കുറച്ച് കഴിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവൻ്റെ പേര് ടൈഗർ എന്നാണ്. ഇപ്പോൾ ഇവന് ഏകദേശം ഒരു 14 മാസം പ്രായമായിട്ടുണ്ട്. ഞാൻ കുഞ്ഞു വാങ്ങി വളർത്തിയവനാണ്. ബാംഗ്ലൂരിൽ നിന്നൊരു നല്ലൊരു ബ്രീഡറിനെ നല്ലൊരു മെയിലിൻ്റെ പപ്പി സെലക്ട് ചെയ്ത് വാങ്ങിയതാണ് അവനെ. ഇപ്പം ഈ പറഞ്ഞ പോലെ സ്റ്റഡിങ് ഞാൻ ഒരെണ്ണം ഒരു സ്റ്റഡിങ് ചെയ്തിട്ടുള്ളൂ, വേറെ ചെയ്യിച്ചിട്ടില്ല. കാരണം ഒരു 18 മാസമായിട്ട് ചെയ്യാം വീട്ടിൽ കുഞ്ഞിനെ വളർത്തിയെടുത്തതല്ലേ. അങ്ങനെ വളർത്തുന്ന ഡോഗാണ്. ഹസ്കിയിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് 2 വെറൈറ്റി ഉള്ളൂ. ഒന്ന് ഊളിക്കോട്ട്, ഒന്ന് ഊളിക്കോട്ട് എന്ന് പറഞ്ഞത് ശരിക്കും ജെന്യൂൻ ബ്രീഡല്ല. ഇത് അലാസ്ക മാലാമൂട്ടും ഹസ്കിയും കൂടി മേറ്റ് വെച്ചിട്ടാണ് ഊളിക്കോട്ട് എന്ന ബ്രീഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഈ കളർ ചോയ്സാണ് അവർ എല്ലാം സെലക്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ ആദ്യം കണ്ടത് ഓറിയോ ഗ്രാൻഡ് ആണ്. ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ. ശരിക്കും നല്ല ഡാർക്ക് ബ്ലാക്ക് അല്ല, ലൈറ്റ് ബ്ലാക്ക് ആണ്. ഇതിൽ തന്നെ റെഡ് ആൻഡ് വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്. അങ്ങനെ ഏതാണ്ട് ഒരു 5-6ഓളം സർട്ടിഫിക്കറ്റ് കളർ വരുന്നുണ്ട് ഹസ്കിയിൽ. പക്ഷേ ഇവർക്കെല്ലാം ഹസ്കിന്ന് പേപ്പറേ ഉള്ളൂ. പക്ഷേ അത് ഊളിക്കോട്ടൊന്നും മെൻഷൻ ചെയ്യാറില്ല. ശരിക്കും നമ്മൾ കനഡ ക്ലബ്ബ് ഒന്നും ഇതിനെ ശരിക്കും ഒരു ബ്രീഡായിട്ട് അംഗീകരിച്ചിട്ടില്ല ഇതുവരെയായിട്ട്. ഇനി ഭാവി കാലങ്ങളിൽ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിപ്പുണ്ട്. അത് ബ്രീഡായിട്ട് അംഗീകരിക്കാനുള്ള പരിപാടി നടന്നിരിപ്പുണ്ട്. ഇതിൽ നമ്മൾ ഹസ്കിയിൽ ഇപ്പോൾ ശരിക്കും പൊതുവെ പറഞ്ഞാൽ 3 വെറൈറ്റി കാണാനുള്ളത്. ഒന്ന് ഇവൻ്റെ ഐസ് പോലെ ബ്ലൂ ഐസാണ്, ഓറിയും ബ്ലൂ ഐസാണ്. പിന്നെ ഓഡ് ഐസ്, ഒരു ഐസ് ബ്ലൂവും ഒരു ഐസ് നോർമലും, പിന്നെ സ്റ്റാൻഡേർഡ് ഐസ്. ഇങ്ങനെ 3 വെറൈറ്റി വരുന്നുണ്ട്. പിന്നെ നമ്മൾ റെഡ് ആൻഡ് വൈറ്റ് കളറാണെങ്കിൽ അവൻ്റെ ഐസ് വന്നിട്ട് ഒരു റെഡ് കളറായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെ ഈ ഒരു ബോഡി ഏത് കളറാണോ അതനുസരിച്ച് കളറിൻ്റെ കളർ. പക്ഷേ ഒരു 10ഓളം വെറൈറ്റി കളർ പറയുന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 3 കളറേ ഉള്ളൂ. അവർ ബഡിയുടെ നമ്മളെ ഡോഗിൻ്റെ ഏത് കളറാണ് ബോഡി വരുന്നത് ആ കളറായിരിക്കും എൻ്റെ കണ്ണിന് വരുന്നത്. ശരിക്കും ഏറ്റവും നല്ല ചന്തം ബ്ലൂ ഐസാണ്. പക്ഷേ ബ്ലൂ ഐസ് എനിക്ക് വലിയ ഇഷ്ടമുള്ള ബ്രീഡല്ല ബ്ലൂ ഐസ്. പക്ഷേ ആൾക്കാർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ബ്ലൂ ഐസിലേക്ക് വേണ്ടിയിട്ടാണ്. ബ്ലൂ ഐസ് എല്ലാവർക്കും മതി. നമുക്ക് ഈ ബ്ലൂ ഐസ് ഒന്നും വലിയ ബ്ലൂ ഐസാണ് കാണാൻ ചന്ത. എല്ലാവർക്കും ബ്ലൂ ഐസ് മതി. നോർമൽ ഐസ് ആരും പെട്ടെന്ന് എടുക്കാറില്ല, അവർക്ക് താല്പര്യമില്ല ആർക്കും. എ സിയിലാണോ ഇത് ബ്രീഡ് ചെയ്യിക്കാണ്ട്, എ സിയിലാണോ വളർത്തേണ്ടതെന്ന് ചോദിക്കാറുണ്ട്. ഹസ്കി ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇൻഡോർ ബ്രീഡാണ് ഹസ്കി. ഇൻഡോർ ഔട്ട്ഡോറും വളർത്താം. ഇൻഡോർ വളർത്തി കഴിഞ്ഞാൽ നല്ല സെറ്റ് നീങ്ങാണ്. ഇപ്പോൾ എ സിക്കുള്ളിലേക്ക് വളർത്തുകയാണെങ്കിൽ ഭയങ്കര നല്ല രോഗം ഉണ്ടാവും, നല്ല കോട്ടിങ് ചന്തത്തിരിക്കും. പക്ഷേ ഔട്ട്ഡോറിലാകുമ്പോൾ അത്രയും ഗ്ലാമർ ഹസ്കി വരാറില്ല. ഇൻഡോറായിട്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ റെഫർ ചെയ്യുന്ന സാധനമാണ് ഹസ്കി എന്ന് പറയുന്നത്. പിന്നെ സ്റ്റഡിങ് സമയത്തുള്ള വിഷയം മാത്രമേ ഉള്ളൂ. ആ സമയത്തൊന്ന് നല്ല ഗ്രൂമിങ് സെൻ്ററൊക്കെ ഇപ്പോൾ ഗ്രൂം ചെയ്യാന്നുണ്ടെങ്കിൽ ആ പ്രശ്നം ഒഴിവായി കിട്ടും. അല്ല, ഇവർ കുഞ്ഞാണ്. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിന് വീട്ടിലാണ് ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അവൻ്റെ വീട്ടിലാണ് നിന്നാണ് സാധനം വളർന്നുകൊണ്ടിരിക്കുന്നത്.
പിന്നെ നമ്മളുമായിട്ട് വലിയ അറ്റാച്ച്മെൻറ്റ്. കാര്യം ഞാനിത് വല്ല പോയിക്കുമ്പോൾ നോക്കാൻ അങ്ങോട്ട് പോകാറുള്ളൂ. ആ പുള്ളിക്കാരനാണ് നോക്കുന്നത്. അപ്പോൾ അവൻ്റെ ഇവിടെ നിൽക്കുന്ന കാരണം അവനുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ്. ഇപ്പോൾ നമ്മളിനിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുവരും. തൽക്കാലം ഇവിടെ നിർത്തിയിരിക്കുകയാണ്. ഇതാണ് ഇവൻ്റെ പേര് സീസർ എന്നാണ് എൻ്റെ പേര്. ഇപ്പോൾ ഞാൻ ഏതാണ്ട് ഒരു 4.5 വയസ്സ് പ്രായമുണ്ട് ഇവന്. ഞാനൊരു 7 മാസം പ്രായമുള്ള വാങ്ങിയതാണ്. ഇതിൽ നിന്നാണ് സൈബീരിയൻ ഹസ്കിയുടെ ഈ ഉളിക്കോട്ട് സ്റ്റാർട്ട് ചെയ്തവനിൽ നിന്നാണ്. ഇവനിൽ നിന്നാണ് ഈ പറഞ്ഞതുപോലെ നമ്മളെ ഒരു പേര് നിലവാരമൊക്കെ ഉണ്ടാക്കിയത് ഇതിൽ നിന്നാണ്. ഇപ്പോൾ ഇവൻ്റെ പപ്പിലാണ്ട് ഒത്തിരി പട്ടി നമ്മുടെ നാട്ടിൽ കിടപ്പുണ്ട് ഇവൻ്റെ കുഞ്ഞുങ്ങളായിട്ട്. ഇതൊരു ഓഡൈസ് കോമ്പിനേഷനാണ്. ഒരു ഐസ് ബ്ലൂവും ഒരു ഐസ് ബ്ലാക്കുമായിട്ട് വരുന്ന കോമ്പിനേഷനാണ്. ബ്ലൂ ഓഡൈസാണ്. ആദ്യത്തെ അഗ്രസീവാണ്. അതായത് പെട്ടെന്ന് ആരെങ്കിലും വന്നാൽ കടിക്കുകയൊക്കെ ചെയ്യും. നമ്മുടെ അടുത്ത് മാത്രം ഭയങ്കര ഇണക്കുണ്ട്. എൻ്റെ അടുത്ത് മക്കളുടെ അടുത്തും വൈഫിൻ്റെ അടുത്തൊക്കെ ഭയങ്കര സ്നേഹമാണ്. മറ്റുള്ളവർ അടുപ്പിക്കുന്നില്ല സീസർ എന്ന സാധനം. ശരിക്കും ഹസ്കി ഒരു അഗ്രസീവ് ഡോഗ് അല്ല. വളരെ റെയറായിട്ട് അഗ്രസീവ് ഡോഗ് വരാറുള്ളൂ. അല്ല അഗ്രസീവ് അല്ല, അങ്ങനെ ആരെയും അറ്റാക്ക് ചെയ്യാറൊന്നുമില്ല. ഭയങ്കര ഫ്രണ്ട്ലിയുമായി എല്ലാവരുടെ അടുത്തും ഭയങ്കരമായിട്ട്. ശരിക്കും പറഞ്ഞാൽ എപ്പോഴും ഡോഗുകളിൽ ഏറ്റവും കൂടുതൽ ഭയങ്കര കളി ഉള്ള ഡോഗ് ഹസ്കിയാണ്. എപ്പോഴും ആൾ ഭയങ്കര ആക്റ്റീവായിരിക്കും. ഭയങ്കര കളിയായിരിക്കും എല്ലാവരുടെ അടുത്തും. മറ്റു ഡോഗുകളെ പോലെയൊന്നുമല്ല, ഫുൾ ടൈം ആക്റ്റീവായിരിക്കും. വളരെ റെയറായിട്ട് മാത്രം റെസ്റ്റ് എടുക്കാറുള്ളൂ. എപ്പോഴും കളിച്ചുകൊണ്ടേ നടക്കും. അങ്ങനെ ഡോഗാണ് ഹസ്കി. ഞാനിപ്പം ഹസ്കി സ്റ്റഡ് സർവീസ് തുടങ്ങിയിട്ട് ഞാൻ പറയാം ഏകദേശം ഒരു 3 വർഷമായി സ്റ്റഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇപ്പം ഇവൻ്റെ പപ്പീസ് ഇപ്പം നമ്മൾ കൂടുതലും നമ്മുടെ നാട്ടിലൊക്കെ ഇവിടുത്തെ സ്റ്റഡിങ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പപ്പി കണ്ടീഷനാണ് ചെയ്യുന്നത്. നമ്മുടെ നാട് ട്രിവാൻഡ്രം ജില്ല വിട്ട് പുറത്തുനിന്ന് വരുന്നവർക്ക് എല്ലാവരും ക്യാഷ് മേറ്റാണ് സാധാരണ ചെയ്യാറ്. പിന്നെ നമ്മുടെ ഡോഗിൻ്റെ ക്വാളിറ്റി, നമ്മളോട് കൊണ്ടുവരുന്ന ഹസ്കികൾ നമ്മളെ ഈ ഡോഗുകൾ ഏതുമായിട്ട് മാച്ച് ചെയ്യും, അങ്ങനെ ക്വാളിറ്റി നോക്കിയാണ് കൂടുതലായിട്ട് മേറ്റ് ചെയ്യാറ്. ക്വാളിറ്റി വരുന്ന ഡോഗുകളും സാധാരണ മേറ്റ് ചെയ്യാറില്ല. ഹസ്കിക്ക് ഉളിക്കോടി ചെയ്യാറില്ല. നോർമൽ സ്റ്റാൻഡേർഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരുടെ അടുത്ത് പറഞ്ഞുകൊണ്ടാണ് എപ്പോഴും പതിവിനെ. ഇതിലെ ഈ ഹസ്കിയിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര പറ്റിക്കപ്പെടുന്നുണ്ട്. ഈ ഉളിക്കോട്ട് മെയിലിനെ സ്റ്റാൻഡേർഡ് ഫീമെയിലിൽ മേറ്റ് ചെയ്യുമ്പോഴത്തേക്കും പപ്പി ഇറങ്ങും. പക്ഷേ പപ്പി കുഞ്ഞിലെ കാണുമ്പോൾ ഉളിക്കോട്ട് പോലെ ഇരിക്കും. പക്ഷേ വരുമ്പോഴത്തേക്കും ഉളിക്കോട്ട് അല്ലാതെ മാറും. ഇപ്പോൾ സാധാരണയായിട്ട് നമ്മുടെ നാട്ടിൽ ഇപ്പം ഒരുപാട് ബ്രീഡർമാർ നമ്മുടെ നാട്ടിലുണ്ട്. ഈ അത് സംസ്ഥാനം, അതായത് കർണാടക, തമിഴ്നാട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലും ഒരുപാട് ബ്രീഡർമാരുണ്ട്. നമ്മൾ ഈ പപ്പി ആഗ്രഹിച്ച് വിളിക്കുന്ന ഒരാൾ, അവരെ വിളിക്കുമ്പോൾ അവർ പറയും നമ്മളെ പപ്പി ഉളിക്കോട്ടാണ്, നിങ്ങൾ എടുത്തോളൂ എന്ന് സാധനം വയ്ക്കും. നമ്മുടെ നാട്ടിൽ തന്നെ കാലം വില കൊടുത്തായിരിക്കും ഇത് വാങ്ങും. നമ്മുടെ നാട്ടിലാകും വിശ്വാസമില്ല. അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് ഈ പപ്പി വളരുമ്പോഴത്തേക്കും ഉളിക്കോട്ടും അല്ല സ്റ്റാൻഡേർഡും അല്ല. അങ്ങനെ ഒരുപാട് പേര് ഈ മെയിൽ പറ്റിക്കപ്പെടുന്നുണ്ട്, ഒരുപാട് പേര്. ഇപ്പോൾ എന്നെ വിളിക്കുന്നവരല്ല ഞാൻ പറയും എൻ്റെ ഫാദർ ഇന്ന ടൈപ്പാണ്, മെയിൽ ഇന്ന ടൈപ്പാണ്, അപ്പം മെയിൽ ഇന്ന ടൈപ്പാണ്, ഫീമെയിൽ ഇന്ന ടൈപ്പാണ്, ഇങ്ങനെയുള്ള ടൈപ്പുള്ള പപ്പീസാണ് എൻ്റെ ഉള്ളത്. താല്പര്യം ഉണ്ടെങ്കിൽ എടുത്താൽ മതി. ഫാദറിന് ഡീറ്റെയിൽസ് എല്ലാം അയച്ചു കൊടുക്കും. മാത്രവുമല്ല എല്ലായിടത്തും വരാൻ പറയാം. വീട്ടിൽ വന്ന് ഫാദറിനെ കാണണം, മദറിനെയും കാണണം, ഇഷ്ടപ്പെട്ട് എടുത്താൽ മതി പറയാം. പക്ഷേ അവിടെ അങ്ങനെയല്ല. ഇത് ഞാനീ പറയാൻ കാര്യം എന്നാൽ ഒരുപാട് പേര്, ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ഒത്തിരി പേരുണ്ട്, ഒരുപാട് പേര് പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. നല്ല വിലയ്ക്ക് വാങ്ങി, ഉളിക്കോട്ടാണെന്ന് വാങ്ങി ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു ഉളിക്കോട്ടും അല്ല സ്റ്റാൻഡേർഡും അല്ല, വളരുമ്പോഴത്തേക്ക് ഒന്നും അല്ലാത്ത സംഭവം. പിന്നെ അതുപോലെ സർട്ടിഫിക്കറ്റും ഈ പറഞ്ഞ പോലെ നമ്മളിവിടെ ചെയ്യുന്നതിൽ അപ്പോൾ ഹസ്കി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാത്തിനും വെരിഫിക്കേഷൻ ചെയ്യാൻ പപ്പി കൊടുക്കാറ്. മറ്റുള്ള സ്ഥലങ്ങൾ അതില്ല. നമ്മളൊരു 10 പട്ടി വാങ്ങിയാൽ നമുക്ക് 2 പട്ടിക്ക് പേപ്പർ കിട്ടും, ബാക്കി പേപ്പറും കിട്ടില്ല. ഈ കാശ് കൊടുത്ത് വിറ്റ് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഇതിൻ്റെ ഉത്തരവാദിത്വമില്ല. വാങ്ങുന്നത് വെളിയിൽ നിന്ന് വാങ്ങിയത് നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങാം. ഞാൻ പറഞ്ഞാൽ എന്നെ വാങ്ങണം എന്നുള്ളതല്ല. നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന നല്ല ബ്രീഡർമാരുണ്ട്. അവരെ ബാംഗ്ലൂർ പോയാൽ നല്ല ബ്രീഡർമാരുണ്ട്, അവരെയൊന്നും വാങ്ങാം, നല്ല ആൾക്കാരെ വാങ്ങാം. പക്ഷേ ഈ കച്ചവടക്കാർ പയ്യന്മാർ നമ്മളെ നാട്ടിൽ ഒരുപാട് പറ്റിക്കുന്നുണ്ട്. പക്ഷേ അത് ആരും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇനിയെങ്കിലും ആൾക്കാർ പറ്റിക്കപ്പെടാതിരിക്കുക, നേരിട്ട് വാങ്ങുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിലെടുത്തു. ഇവനെ നമ്മുടെ സ്നേഹം ഭയങ്കരമാണ് കേട്ടോ. പക്ഷേ വേറെ ആര് വന്നാലും കൂട്ടിപ്പോയാലും കടിക്കും ഉറപ്പ്. ഇപ്പോൾ ഞാനോ എൻ്റെ വൈഫോ അല്ലെങ്കിൽ എൻ്റെ പിള്ളേരോ പോയി കഴിഞ്ഞാൽ അവന് ഭയങ്കര വേറെ ആരും അടുപ്പിക്കില്ല. എന്ത് സംഭവിച്ചാലും ശരി തന്നെ കൂട്ടിനടുത്ത് ആരെയും പോകാൻ താമസിക്കില്ല. എത്ര പേരുണ്ടാക്കി നമ്മളെ കണ്ടാൽ ഭയങ്കര സൈലൻ്റാണ്. നമ്മൾ ഭയങ്കര സ്നേഹമാണ് അവനെ. ഒരു എന്ത് പറയാം, അത്ര സ്നേഹം. കാരണം നമ്മൾ കുഞ്ഞിലെ കൊണ്ട് വളർത്തിയതല്ലേ, അതുകൊണ്ട് നമ്മൾ ഭയങ്കര സ്നേഹം. മറ്റുള്ള ഡോഗുകളെ പോലെ അല്ല. ഇവർ ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ നമുക്ക് ഹസ്കികളിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സീസറിനെയാണ്. അവൻ്റെ പേര് ബിങ്കോ എന്നാണ്. നമ്മളെ സീസറിൻ്റെ ഒരു കുഞ്ഞാണ്. ഞാനൊരാൾക്ക് കുഞ്ഞിൽ സെയിൽ ചെയ്തതാണ്. പിന്നെ അത് അവർക്കൊരു ബുദ്ധിമുട്ടായെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ കൊണ്ടുവന്നതാണ്, നോക്കാൻ പറ്റാതായപ്പോൾ കൊണ്ടുവന്നതാണ്. ഇവൻ്റെ ഐസ് കണ്ടാൽ അറിയാം, ഇതൊരു നോർമൽ ഐസ്, സ്റ്റാൻഡേർഡ് ഐസാണ്. പക്ഷേ ഭയങ്കര ഇപ്പോൾ ഏകദേശം ഒരു 14 മാസത്തോളം പ്രായമുണ്ട്. നമ്മളോട് ഭയങ്കര സ്നേഹമാണ്. തുറന്നു വിട്ടിരുന്നാലും ഇവിടുന്ന് പോയൊന്നുമില്ല, ഫുൾ ടൈം നമ്മളോട് കളിച്ചുകൊണ്ട് കിടക്കും. മക്കളുടെ അടുത്ത് ഭയങ്കര സ്നേഹമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഫുൾ ഉളിക്കോട്ടെന്നൊക്കെ പറയാൻ പറ്റില്ല. കാര്യം എൻ്റെ ഫാദർ സീസറാണെങ്കിലും മദർ വന്നിട്ട് ഒരു സ്റ്റാൻഡേർഡ് സെമി ടൈപ്പിൽ ഉളിക്കോട്ട് ഫീമെയിൽ, അതിൻ്റെ കുഞ്ഞാണ്. അപ്പം ഈ ശരിക്കും നമ്മുടെ നാട്ടിൽ ഉളിക്കോട്ട് പപ്പി കിട്ടണമെങ്കിൽ ഉളിക്കോട്ട് വേണമെങ്കിൽ ഉളിക്കോട്ട് പപ്പി കിട്ടാറുള്ളൂ. ഉളിക്കോട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ അറിവിൽ ഇപ്പോൾ ഒരു 4-5 ഫീമെയിലുണ്ട്. നല്ല ഉളിക്കോട്ട് ഫീമെയിലുണ്ട്, ഒരു സ്റ്റാൻഡേർഡ് ടൈപ്പും ഉണ്ട്. ഇതിലൊരു മീഡിയം ടൈപ്പ് ഉളിക്കോട്ടാണ് എൻ്റെ മദർ. ആ ഒരു ഉളിക്കോട്ട് മീഡിയം ടൈപ്പിനെ സീസറുമായിട്ട് മേടിച്ചുകൊണ്ടാണ് പപ്പിയാണത്. ശരിയല്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കൊടുക്കാറില്ല. ശരിക്കും പറഞ്ഞാൽ നനയാതെ കിടന്നാൽ സെറ്റായി കിടക്കപ്പോഴും. ഓവർ നനഞ്ഞ അപ്പോൾ തന്നെ ഒന്ന് ശരിക്കും തോർത്തി ആ മുടിയൊക്കെ ഒന്ന് ഉണങ്ങി കൊടുക്കണം.
ഈ വെള്ളത്തിൽ കിടന്നാൽ മാത്രമേ പണി കിട്ടുള്ളൂ. ഇവർക്ക് വെള്ളം ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വെള്ളം കണ്ടാലും അതിൽ കടക്കുക എന്നുള്ളൊരു താല്പര്യമാണ്. അപ്പോൾ നമ്മളത് മാക്സിമം ഒഴിവാക്കി കഴിഞ്ഞാൽ സെറ്റായിരിക്കും. പിന്നെ ഞാൻ കോട്ടിങ്ങിലേക്ക് വേണ്ടിയിട്ടൊക്കെ വൈറ്റമിൻ കണ്ടിന്യൂ കൊടുക്കാറില്ല. ഒരു 6 മാസം കൂടുമ്പോഴത്തേക്കും ഒരു കോഴ്സ് എല്ലാവർക്കും കൊടുക്കാറുണ്ട്. കാര്യം കോട്ടിങ്ങിന് അത്യാവശ്യം വേണ്ട വൈറ്റമിൻ കൊടുക്കുന്നുണ്ട്. അല്ല ഒരിക്കലും നമ്മളെ എത്ര സ്നേഹം കൊണ്ടുണ്ട് ഡബിൾ തിരിച്ചു തരും. ഹസ്കി എന്നുള്ളതല്ല, ഡോഗുകളെല്ലാം അങ്ങനെയാണ് എൻ്റെ അഭിപ്രായം. ഏത് ഹസ്കി എന്നാലും ഏത് ഡോഗായാലും ശരി നമ്മളെങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ അതിനേക്കാളും കൂടി നമ്മളെ സ്നേഹിക്കും. നമ്മളെ നോക്കാണ്ടിരുന്നാൽ അവർ നമ്മളെ നോക്കില്ല എന്നൊരു അഭിപ്രായക്കാരാണ് ഞാൻ. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ രാവിലെ പോയി കഴിഞ്ഞാൽ എൻ്റെ വൈഫുണ്ട് വീട്ടിൽ, പുള്ളിക്കാരിയാണ് ഇവരെല്ലാവരും നോക്കുന്നത്. കുളിപ്പിക്കുന്നതായാലും ഫുഡ് ഉണ്ടാക്കണം. ഫുഡ് ഞാൻ വന്ന് വെച്ച് കൊടുക്കുന്നു, അവർ തന്നെ ഉണ്ടാക്കിയാലും വെച്ചിരിക്കും, ഞാൻ കൂടി കൊടുക്കും. ഇതിൻ്റെ ഏകദേശം കാര്യങ്ങൾ നോക്കുന്നത് അവരാണ്. നമ്മൾ ഈ ഒരു ജോലിയുടെ ഭാഗമായിട്ട് പോകും, നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, നമുക്ക് എപ്പോഴും നിൽക്കാൻ പറ്റില്ല. അപ്പം കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് അവർ തന്നെയാണ്. ഇപ്പോൾ എന്തൊക്കെ സമയത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയും, വിരയ്ക്ക് മരുന്ന് കൊടുത്തില്ലെങ്കിൽ പറയും, ഫുഡ് കഴിച്ചില്ലെങ്കിൽ പറയും, നോക്കുന്നത് അവരാണ് നോക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നോക്കുന്നത് നമ്മളെല്ലാവരും കൂടി ചേർന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഇത് കൊണ്ടുപോകണത്. നമ്മൾ ഇവിടത്തൊക്കെ പോയി ഒരുപാട് ടെൻഷനായിട്ട്, പക്ഷേ ഇവരത് നമ്മളൊരു അരമണിക്കൂർ ഇവരെ ആ കൂടിൻ്റെ അടുത്ത് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെൻഷനൊക്കെ മാറും. നമുക്ക് ആ വേറെ ചിന്തയൊന്നും വരില്ല. പിന്നെ നമ്മളെ കണ്ടവർ ഭയങ്കര സ്നേഹം തുറന്നു വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് പോകില്ല. നമ്മളടുത്ത് ഈ പറഞ്ഞവർ അടുത്ത് വന്ന് ഒരു 3 പേര് അടുത്ത് വന്ന് വളഞ്ഞിരിക്കും. നമ്മൾ അതിൻ്റെ അടുത്തിരുന്നാൽ മതി, വേറെ ഒരു പ്രശ്നവുമില്ല. നമ്മൾ പോകണതിന് പുറകെ നടക്കും, നമ്മൾ എവിടെ പോയാലും കൂടെ വരും. ഭയങ്കര നമുക്കൊരു പ്രൊട്ടക്ഷന് പോലെ. പക്ഷേ ആൾക്കാർക്കിടെ കടിക്കുകയൊന്നുമില്ല, പക്ഷേ ആരെങ്ങനെ പേടിച്ചു. നമ്മളെ കൂടെ നമ്മളൊരു ഗാർഡിയനായിട്ട് നമ്മൾ കൂടെ എപ്പോഴും നടക്കാറുണ്ട് വരും. ഇപ്പം നമ്മളെ പിന്നെ ഓരോരുടെ ഒരു പപ്പി എൻ്റെ കയ്യിൽ ഞാനിപ്പോൾ ഒരു ഫീമെയിൽ ഇപ്പോൾ നിർത്തിയിട്ട് കയ്യിൽ ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ 4 ഷഡ് മെയിലുണ്ട്. ഇവർ 4 പേരുണ്ട്, 2 ഫീമെയിലുണ്ട്. ഫീമെയിൽ ഇപ്പം കണ്ടീഷൻ മോശമായിട്ടാണ് ഞാൻ കാണിക്കാത്തത്. 4 ഹസ്കി മെയിൽ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. ഈ 4 വെറൈറ്റിയിലും പക്ഷേ 3 എണ്ണം ഗ്രാൻവിൽ കളറാണ്, ഒരെണ്ണം മാത്രമേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറുള്ളൂ. കൂടുതൽ ആൾക്കാർ കളർ കോമ്പിനേഷനിലാണ് മാറ്റ് ചെയ്യാൻ കൊണ്ട് വരുന്നതെങ്കിലും പക്ഷേ എൻ്റെ എനിക്ക് വേറെ നല്ലതൊന്നും കണ്ടില്ല. അസൈക്കാണ് നിർത്താത്തത്. ഇവർ 3 ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് 3 നിർത്തിയിരിക്കുകയാണ് എനിക്ക് ചെയ്യുന്നത്. ഇത് നമ്മളെ ഓറിയോ ആദ്യം കാണിച്ചിരുന്നതല്ല, അവൻ്റെ ഒരു പപ്പിയാണത്. ഒരു ഫീമെയിൽ കുട്ടിയാണ്. ഞാനിത് തമിഴ്നാട്ടിലൂടെ മാറ്റ് ചെയ്ത് കൊടുത്ത് അവിടെ നിന്ന് അവർ കൊണ്ടുവന്ന പപ്പിയാണ്. അവിടെ നിന്ന് സ്റ്റഡ് എടുത്ത പപ്പിയാണ്. ഇതിപ്പോൾ ഞാൻ സെയിൽ ചെയ്യാനിട്ടിരിക്കുന്നതാണ്. പക്ഷേ നല്ലൊരു വിലയും നല്ലൊരു പാർട്ടിയും കിട്ടിയാൽ മാത്രമേ കൊടുക്കത്തുള്ളൂ. കാര്യം ഇത്രയും നമുക്ക് ഇങ്ങനെ ഈ കുഞ്ഞിലെ ഇത്തിരി ഒരു ഇതാണ് ഉളിക്കോട്ട്. നമ്മൾ ഈ നാട്ടിൽ പറയുന്നത് ഇപ്പോൾ ഏകദേശം ഒരു 55 ദിവസം പ്രായമായിട്ടുണ്ട് ഇവർക്ക്. അപ്പം ഈ ഒരു പ്രായത്തിൽ ഇത്രയും കോട്ടിങ് സാധാ ഹസ്കിൽ കിട്ടാറ്, ഉളിക്കോട്ടിന് മാത്രമേ കിട്ടുള്ളൂ ഈ ഒരു കോട്ടിങ്ങൊക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ നാട്ടിൽ കാണുന്ന പട്ടിക്ക് ശരിക്കും പറഞ്ഞാൽ ഉളിക്കോട്ടിന് ഈ ഒരു കോട്ടിങ് കാണില്ല. ഈ ഉളിക്കോട്ടെന്ന് പറഞ്ഞ് എടുത്തിട്ട് പണി കിട്ടും എല്ലാവർക്കും. പക്ഷേ ഇവർക്ക് നല്ല കോട്ടിങ്ങാണ്, പക്ക ഉളിക്കോട്ടാണ്. ഇവർ ഐസ് കണ്ടില്ല, നല്ലൊരു ബ്ലൂയിഷ് കോമ്പിനേഷൻ വരുന്നൊരു പപ്പി കൂടിയാണത്.